നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ പല അഭിപ്രായ സർവേകൾ കളം നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതലും സ്റ്റാർ മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രവചനങ്ങൾ, ചർച്ചകൾ ഒക്കെയും വരുന്നുണ്ട്. ശശി തരൂരിന് ഒരുപക്ഷെ ചരിത്ര തോൽവി നേടാനുള്ള സാധ്യതയുണ്ടെന്നും BJP കളം പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതല്ല പന്ന്യൻ രവീന്ദ്രൻ ഊർജ്ജസ്വലനായി തന്നെ വരുന്നുണ്ട്, സാധാരണക്കാർക്ക് പന്ന്യൻ മതി എന്നടക്കമുള്ള ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായി വന്നത് ഒരു സർവേ ഫലം പുറത്തു വരുമ്പോൾ തലസ്ഥാനത്തെ ജനമനസ് ആർക്കൊപ്പം നിൽക്കും എന്നത് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സർവേയിൽ UDFും NDAയും തമ്മിലാണെന്ന് ആവർത്തിച്ച് ശശി തരൂർ ഒരു മുഴം മുന്നേ എറിഞ്ഞു കഴിഞ്ഞു. തരൂരിനെ ഇത്തവണ വീഴ്ത്താൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. തരൂർ മികച്ച മണ്ഡലം നിലനിർത്തുമെന്നാണ് മനോരമ ന്യൂസ് VMR പീപ്പിൾസ് സർവേ പ്രവചിക്കുന്നത്. LDFന് വോട്ട് കൂടും, BJP വോട്ടിൽ 1.38% ഇടിവുണ്ടാകുമെന്നാണ് സർവേ ഫലം പറയുന്നത്. കഴിഞ്ഞ 2 പൊതുതെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് റണ്ണറപ്പായി തുടരാൻ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് NDA സ്ഥാനാർത്ഥി. ഈ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും വരുമ്പോൾ കളം വലിയ രീതിയിൽ തന്നെ നിറയുകയാണ്. LDF വോട്ടിൽ 2.81% വർധന പ്രതീക്ഷിക്കുമ്പോൾ UDF വോട്ട് 1.07% കുറയുമെന്നാണ് പ്രവചനം. വോട്ട് വീതമെടുത്താൽ 40.07 പേർ UDFനൊപ്പമാണ്. NDAക്ക് 29.88%, LDFന് 28.37%. ഈ NDAയും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1.51%. പീപ്പിൾസ് സർവേയുടെ ഡിസംബറിൽ നടന്ന 1ാം ഘട്ടത്തിൽ നിന്ന് 0.86% ആയിരുന്നു അന്ന്. LDF പ്രചാരണത്തിലെ പാളിച്ചകൾ കൂടി തുറന്നു കാട്ടുന്നതാണ് സർവേ ഫലം. മാർച്ച് മാസം സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കവർ ചെയ്ത് 28,000 വോട്ടർമാരെ നേരിൽ കണ്ടാണ് ഈ ഒരു സർവേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സാധ്യതകൾ എന്നാണ് സർവേ വിലയിരുത്തിയത്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. തിരുവനന്തപുരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ, പ്രത്യേകിച്ചും കടലോര മേഖലയിലൊക്കെ തന്നെ പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ശശി തരൂരിന് ഒരു മുൻതൂക്കമുണ്ടെന്നാണ്. എന്നാൽ സാധാരണ വോട്ടോക്കാരുടെയൊക്കെ തന്നെ പ്രതികരണം നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്ന്യൻ രവീന്ദ്രൻ തന്നെ വരും എന്നാണ്. എന്നാൽ ഒരു യുവാക്കൾക്കിടയിൽ, കന്നി വോട്ടർമാർക്കിടയിൽ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ഒരു മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് എല്ലാ തവണയും ഒരു ഹൈ ക്ലാസ് മണ്ഡലവും അതുപോലെ തന്നെ ഗ്ലാമർ മത്സരങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ്. എന്തായാലും നോക്കാം അവസാന പോരാട്ടത്തിൽ എന്തായിരിക്കും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, അടിയൊഴുക്കുകളൊക്കെ തന്നെ സംഭവിക്കുമോ എന്ന് കണ്ടറിയാം.